ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കാണാനും ഒന്ന് വെറൈറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓയിലിന് പകരം നെയ്യ് ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അവസാനം മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ശേഷം ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഓരോ ബോൾസും പ്രസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതിന് പകരമായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പൊടി തൂവിയിട്ട് അങ്ങനെ പരത്തിയെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവുള്ള ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം. ഏത് ഫില്ലിംഗ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങ നെയ്യിലൊന്ന് റോസ്റ്റാക്കിയിട്ട് പഞ്ചസാര ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു പത്തിരി ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് ഇനി ഈ പത്തിരി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഹോൾസിൻ്റെ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, ഒന്ന് വെറൈറ്റിയുമാണ്. അപ്പോൾ ഈ ഒരു പത്തിരിയിൽ ഇതുപോലെ ഡിസൈൻ ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് വേണം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഡിസൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പാത്രത്തിന് പകരം നമ്മുടെ ഹോൾസുള്ള തവി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവിയിലും വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കാണാനൊക്കെ ഒന്ന് വെറൈറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫില്ലിങ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.